നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാവിലെ അപ്പോളോ ടയേഴ്സ് ബയാസ് വിഭാഗത്തിൽ മേൽക്കൂരയിലാണ് തീപിടിച്ചത്. തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിൽ. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാവിലെ 8:45 അപ്പോളോ ടയേഴ്സിൽ ബയാസ് വിഭാഗത്തിൽ മേൽക്കൂരയിൽ തീപിടിച്ചത്. ബയാസ് വിഭാഗത്തിന്റെ മേൽക്കൂരയിൽ മെയിന്റനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് തീ പടർന്നതെന്ന് പറയുന്നു. ചാലക്കുടി, പുതുക്കാട് അഗ്നിരക്ഷാ സേന യൂണിറ്റുകളെത്തി. തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കില്ല. കാര്യമായ നാശനഷ്ടങ്ങളും ഇല്ല. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിൽ. ചന്തപുരയിൽ AU ഓഫീസ് പരിസരത്തുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. മൂൺ അപ്പാർട്ട്മെന്റ് നടത്തുന്ന മേത്തല എരമംഗലത്ത് മുഹമ്മദ് ഇബ്രാഹിം, ചേർപ്പ് അറക്കൽ സലീം, കണ്ടശാം കടവ് കാരമുക്ക് മച്ചിങ്കൽ രഞ്ജിത്ത്, മറ്റ് 4 സ്ത്രീകളുമാണ് അറസ്റ്റിലായത്. ഇൻസ്പെക്ടർ അരുൺ BK ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഇൻസ്പെക്ടർ അരുൺ BK, SI സെബി, ASI സുമേഷ്, രാജേഷ്, ഗോപകുമാർ, CPOമാരായ ശ്രീകല, ജൊമേഴ്സൺ, ബിനിൽ, വിഷ്ണു എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ അംഗൻവാടികളെ വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായത് എന്ന് നമുക്കറിയാം. വളരെ കാലത്തെ അപേക്ഷകരെ, ഈ അടുത്തുള്ള അപേക്ഷകരെയും അടുത്ത കാലത്തുള്ള അപേക്ഷയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആദ്യമായി അംഗൻവാടി ഹെൽപ്പർമാരുടെയും പിന്നീട് വർക്കർമാരുടെയും കൂടിക്കാഴ്ചയാണ് മാസങ്ങൾക്കുള്ളിൽ നടന്നത്. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷനായി. PD ജോസ്, KK രവി നമ്പൂതിരി, ഹക്കീം ഇക്ബാൽ, ഷാനി ചക്കാലക്കൽ, ശോഭന ഗോകുൽനാഥ്, ആനി ആൻഡോ, നിർമ്മൽ C പാത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കൊമ്പിടി ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ പകൽക്കൊള്ള നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പരിസരത്ത് നിന്ന് വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരാളാണ്. കരുവന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങളിൽ വെട്ടിപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ളവരെ ഒരു ഞെട്ടലോട് വലിയ ആശങ്കയോടെയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നോക്കിക്കാണുന്നത്. മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. റോസിലി ഫ്രാൻസിസ്, മിനി പോളി, PC ഷൺമുഖൻ, സുബിൻ സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് പോളി അമ്പുക്കൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി IK ചന്ദ്രൻ, ബെന്നി കണ്ണുകാടൻ, ജോൺസൺ കൈനാടത്ത് പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത. ശനിയാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഞായറാഴ്ച 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ള വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് എസ്.എൻ. പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.എം. മൊഹീദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കെ.എ. സിറാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നിലച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്ന് മൊഹീദ്ദീൻ പറഞ്ഞു. നേതാക്കളായ പി.ബി. ജയലക്ഷ്മി, പി.കെ. അബ്ദുൾ റഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, കെ.ആർ. അശോകൻ, കെ.ആർ. നിതീഷ് കുമാർ, സലാം കുഴുപ്പിള്ളി, ബീരൻ കണ്ണേഴത്ത്, ഇബ്രാഹിം വേഴവന, പി.എ. ഷിംനാസ്, അഹമ്മദ് ഷഹീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചന്ദ്രിക അരിയത്തുള്ളി, കെ.എ. പ്രതാപൻ, സുനിൽ ചാണാടി, ഗണേശൻ പടിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങുമായി കുരുന്ന് വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മാറ്റിവെച്ച തുകയും നാണയത്തുട്ടുകളടക്കം കൂട്ടിവെച്ച് സ്വരൂപിച്ച കാശ് കൊടുക്കുകയും സഹിതമാണ് കുരുന്ന് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പ്രധാനാധ്യാപിക M.K. ഡെനി എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം CD സിബി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാവിലെ അപ്പോളോ ടയേഴ്സ് ബയാസ് വിഭാഗത്തിൽ മേൽക്കൂരയിലാണ് തീപിടിച്ചത്. തീ കൂടുതൽ ഭാഗത്തേക്ക് പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിൽ. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.